ഹലോ എവരിവൺ. ഞാൻ ഇന്നോട് പറയുന്നത് പത്രങ്ങളിലെ ജീവിതശൈലി, അതായത് മൊഡ്യൂൾ 4 പത്രങ്ങളിലെ ജീവിതശൈലി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തേത് ആരോഗ്യവും ക്ഷേമവുമാണ്. അതിൽ ശാരീരിക ക്ഷമത, പോഷകാഹാരം, മാനസികാരോഗ്യം, സ്വയം പരിചരണം അതൊക്കെ വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ബന്ധങ്ങളാണ്. ഉപദേശകോളങ്ങൾ, ഡേറ്റിംഗ്, വിവാഹം, കുടുംബം, സൗഹൃദങ്ങളൊക്കെയാണ് ബന്ധങ്ങളിൽ വരുന്നത്. അടുത്തത് യാത്രയാണ്. യാത്രയിൽ ഡെസ്റ്റിനേഷൻ ഗൈഡുകൾ, യാത്രാ നുറുങ്ങുകൾ, സാംസ്കാരിക അനുഭവങ്ങളൊക്കെയാണ് യാത്രയിൽ വരുന്നത്. അടുത്തത് വരുന്നത് ഭക്ഷണങ്ങളും പാനീയവുമാണ്. അതിൽ പാചകക്കുറിപ്പുകൾ വരുന്നുണ്ട്, റെസ്റ്റോറൻറ്റ് അവലോകനങ്ങൾ വരുന്നുണ്ട്, പാചക പ്രവണതകളും വരുന്നുണ്ട്. അതിനുശേഷം ഫാഷനും സൗന്ദര്യവുമാണ് വരുന്നത്. ഫാഷനും സൗന്ദര്യത്തിലും സ്റ്റൈൽ ഉപദേശം, ഉൽപ്പന്ന അവലോകനങ്ങൾ, ട്രെൻഡ് റിപ്പോർട്ടുകൾ അതൊക്കെയാണ് വരുന്നത്. പിന്നെ വരുന്നത് വീടും പൂന്തോട്ടവുമാണ്. അതിൽ വരുന്നത് അലങ്കാര ആശയങ്ങൾ, പിന്നെ പൂന്തോട്ട പരിപാലനങ്ങളൊക്കെയാണ് വീടും പൂന്തോട്ടത്തിലും വരുന്നത്. പിന്നെ കലയും സാംസ്കാരികവുമാണ്. പുസ്തകങ്ങൾ, സിനിമകൾ, തിയേറ്റർ, പിന്നെ സംഗീത പ്രകടനങ്ങൾ എന്നിവയൊക്കെയാണ് കലയും സംസ്കാരത്തിലും വരുന്നത്. ലാസ്റ്റത്തേത് വരുന്നത് വ്യക്തിഗത ധനകാര്യമാണ്. അതിൽ ബജറ്റ്, സേവിങ്, നിക്ഷേപം എന്നിവയൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ വിഷയങ്ങൾ പലപ്പോഴും വിവിധ ഫോർമാറ്റുകളിൽ അവതരിക്കപ്പെടുന്നുണ്ട്. അതായത് ലേഖനങ്ങളും ഉപന്യാസങ്ങളും അഭിമുഖങ്ങളും പ്രൊഫൈലുകളും നിരകളും ഉപദേശങ്ങളും അവലോകനങ്ങളും ശുപാർശകളും ഫോട്ടോകളും ചിത്രീകരണങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇത് ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വായനക്കാരെ രസിപ്പിക്കാനും ബോധവൽക്കരിക്കാനും ലക്ഷ്യമിടുന്ന ജീവിതശൈലി പേജുകൾ സാധാരണയായി വിജ്ഞാനപ്രദവും ആകർഷകവും പ്രചോദനമാകുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.